ഐ ആം ഗെയിം ഖലീഫ വമ്പൻ ക്ലാഷ് റിലീസ് പോരാട്ടം, ലാലേട്ടന്റെ ചോട്ടാ മുംബൈ പോലൊരു സിനിമ വരുന്നു. ഒപ്പം തന്നെ ഏറ്റവും പുതിയ സിനിമകളുടെ കളക്ഷൻ ഡീറ്റെയിൽസുമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പങ്കുവയ്ക്കുന്നത്. പൃഥ്വിരാജ് സുകുമാരൻ നായകനായിട്ടെത്തിയ ഐ നോബഡി എന്ന ചിത്രം റിലീസിനെത്തിയ ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 5,70,00,000 രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 12 കോടി രൂപയുമാണ് ഐ നോബഡി ആദ്യ 4 ദിവസങ്ങൾ കൊണ്ട് സ്വന്തമാക്കിയിട്ടുള്ളത്. 30 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ഐ നോബഡി തിയേറ്ററുകളിൽ വിജയമാവണമെങ്കിൽ മികച്ചൊരു കളക്ഷൻ വർധനവ് തന്നെ ഇനി ഉണ്ടാവണം. വിഷ്ണു വിശാൽ നായകനായിട്ടെത്തിയ ഗാട്ടാ ഗുസ്തി 2 എന്ന ചിത്രം റിലീസിനെത്തിയ ആദ്യ 10 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 1 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 40 കോടി രൂപയും സ്വന്തമാക്കി കഴിഞ്ഞു. 27 കോടി രൂപ ബഡ്ജറ്റുള്ള ഗാട്ടാ ഗുസ്തി 2 തിയേറ്ററുകളിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. അജയ് ദേവ്ഗൺ നായകനായിട്ടെത്തിയ ധമാൽ 4 എന്ന ചിത്രം റിലീസിനെത്തിയ ആദ്യ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 11 ലക്ഷം രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 72 കോടി രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 83 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 150 കോടി രൂപയോളമാണ് ധമാൽ 4ന്റെ ബഡ്ജറ്റ്. ആലിയ ഭട്ട് കേന്ദ്ര കഥാപാത്രമായിട്ടെത്തിയ ആൽഫ എന്ന ചിത്രം റിലീസിനെത്തി 10 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 66 ലക്ഷം രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 62 കോടി 10 ലക്ഷം രൂപയും വേൾഡ് വൈഡ് ഗ്രോസായി 88 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 110 കോടി രൂപയോളം ബഡ്ജറ്റ് കണക്കാക്കുന്ന ആൽഫ തിയേറ്ററുകളിൽ വിജയമാവാനുള്ള സാധ്യതകൾ ഒന്നും തന്നെ കാണുന്നില്ല. ബോളിവുഡിൽ നിന്നും കഴിഞ്ഞ മാസം തിയേറ്ററുകളിലേക്ക് എത്തിയ വെൽക്കം ടു ദ ജംഗിൾ എന്ന ചിത്രം റിലീസിനെത്തി 14 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്ന് മാത്രം 21 ലക്ഷം രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 152 കോടി 79 ലക്ഷം രൂപയും വേൾഡ് വൈഡ് കളക്ഷനായി 185 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. 120 കോടി രൂപ ബഡ്ജറ്റ് കണക്കാക്കുന്ന ഈ ചിത്രം തിയേറ്ററുകളിൽ ആവറേജ് വിജയത്തിലേക്കും എത്തപ്പെട്ടു കഴിഞ്ഞു. ഹോളിവുഡിൽ നിന്നും റീസെന്റായി തിയേറ്ററുകളിലേക്ക് എത്തിയ ഈവിൾ ഡെഡ് ബേൺ എന്ന സിനിമയുടെ ആദ്യ 3 ദിവസത്തെ കളക്ഷൻ റിപ്പോർട്ട് പരിശോധിക്കുകയാണെങ്കിൽ 3 ദിവസങ്ങൾ കൊണ്ട് കേരളത്തിൽ നിന്നും മാത്രം 65 ലക്ഷം രൂപയും ടോട്ടൽ ഇന്ത്യ ഗ്രോസായി 14 കോടി രൂപയും സ്വന്തമാക്കിയ ഈവിൾ ഡെഡ് ബേണിന്റെ 3 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ 280 കോടി രൂപയോളമാണ്. 63 കോടി രൂപ മാത്രം ബഡ്ജറ്റുള്ള ഈ ചിത്രം വെറും 3 ദിവസങ്ങൾ കൊണ്ട് തന്നെ തിയേറ്ററുകളിൽ വിജയം ഉറപ്പിച്ചു കഴിഞ്ഞു. ആവാസ വ്യൂഹം, പുരുഷപ്രേതം എന്നീ സിനിമകളുടെ സംവിധായകനായ കൃഷാന്ത് ലാലേട്ടനെ നായകനാക്കി ഒരു സിനിമ സംവിധാനം ചെയ്യുന്നുണ്ടെന്ന് ഏറെ നാളുകളായി കേൾക്കുന്ന ഒരു വാർത്തയാണ്. മാത്രമല്ല നടനും നിർമ്മാതാവുമായ മണിയമ്പിള്ള രാജു ആയിരിക്കും ഈ ചിത്രം നിർമ്മിക്കുകയെന്ന് അദ്ദേഹം തന്നെ തുറന്നു പറഞ്ഞിരുന്നു. ഇപ്പോഴത്തെ ഈ ഒരു പ്രോജക്റ്റിനെ പറ്റി മണിയമ്പിള്ള രാജു പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. താൻ മുമ്പ് നിർമ്മിച്ചിട്ടുള്ള ചോട്ടാ മുംബൈ പോലുള്ള ഒരു എന്റർടൈനർ സിനിമയായിരിക്കും ഈ ചിത്രമെന്നും താൻ ഈ 2 സിനിമകളെയും താരതമ്യപ്പെടുത്തുകയല്ല, പകരം ചോട്ടാ മുംബൈ എങ്ങനെയാണോ ഒരു തിയേറ്റർ സെലിബ്രേഷൻ ഉണ്ടാക്കിയത് അതുപോലെ ആഘോഷം സൃഷ്ടിക്കാൻ പറ്റുന്ന ഒരു സിനിമ തന്നെയാണ് ഈ ചിത്രമെന്നാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ സൂചിപ്പിച്ചിട്ടുള്ളത്. ടിക്കി ടക്ക, മട്ടാഞ്ചേരി മാഫിയ എന്നീ സിനിമകളുടെ തിരക്കഥാകൃത്തായ നിയോഗ് കൃഷ്ണയാണ് ഈ ചിത്രത്തിന് തിരക്കഥയൊരുക്കുക. ഈ വർഷം അവസാനത്തോടെ ചിത്രത്തിന്റെ വർക്കുകൾക്ക് തുടക്കമാകും. നിവിൻ പോളിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗിരീഷ് ഷെഡി സംവിധാനം ചെയ്ത് വരുന്ന ഓണം റിലീസായി തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു ഫീൽ ഗുഡ് റൊമാന്റിക് കോമഡി സിനിമയാണ് ബെത്ലഹേം കുടുംബ യൂണിറ്റ്. നിവിൻ പോളിക്കൊപ്പം അമിതാഭ് ബൈജു, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, വിനയ് ഫോർട്ട്, സുരേഷ് കൃഷ്ണ, ബിന്ദു പണിക്കർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ഈ ചിത്രത്തിന്റെ ഓഫ്ലൈൻ ഓൺലൈൻ പ്രൊമോഷൻ പരിപാടികൾക്ക് ഇപ്പോൾ തുടക്കമായിട്ടുണ്ട്. ഭാവന സ്റ്റുഡിയോസിന് വേണ്ടി ഫഹദ് ഫാസിലും ശ്യാം പുഷ്കരനും ദിലീഷ് പോത്തനും ചേർന്ന് നിർമ്മിക്കുന്ന ബെത്ലഹേം കുടുംബ യൂണിറ്റ് വരുന്ന ഓഗസ്റ്റ് മാസം 21-ാം തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. അങ്ങനെ കാത്തിരിപ്പിനൊടുവിൽ ദളപതി വിജയ് ചിത്രം ജനനായകന് സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരിക്കുന്നു. അതും എ സർട്ടിഫിക്കറ്റ് തന്നെ. കഴിഞ്ഞ ജനുവരി 9 മുതൽ പല ആവർത്തി റിലീസ് തീരുമാനിച്ചിട്ടും സെൻസർ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്തതിനാൽ ചിത്രം റിലീസ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല. ഇപ്പോഴിതാ 6 മാസങ്ങൾക്കിപ്പുറം ജനനായകൻ റിലീസിന് ഒരുങ്ങുകയാണ്. സെൻസർ ബോർഡിൽ നിന്നും എ സർട്ടിഫിക്കറ്റ് ലഭ്യമായിരിക്കുന്ന ജനനായകന്റെ ടോട്ടൽ റണ്ണിംഗ് ടൈം 3 മണിക്കൂറും 3 മിനിറ്റും. എ സർട്ടിഫിക്കറ്റ് ആയിട്ടുകൂടി 13 സ്ഥലങ്ങളിൽ ചിത്രത്തിന് കത്രിക വെച്ചിട്ടുണ്ട് സെൻസർ ബോർഡ്. ഇനി ജനനായകന്റെ റിലീസ് അപ്ഡേറ്റ് പരിശോധിക്കുകയാണെങ്കിൽ ഇതുവരെ പുറത്തു വന്നിട്ടുള്ള അപ്ഡേറ്റുകളിൽ വരുന്ന ജൂലൈ 23-ന് ചിത്രം വരുമെന്നായിരുന്നു സൂചനകൾ നൽകിയിരുന്നത്. എന്നാൽ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ പ്രകാരം ജൂലൈ 24-ാം തീയതിയാവും ജനനായകൻ റിലീസിനെത്തുക. എന്തായാലും ഇതിന്റെ ഒരു ഒഫീഷ്യൽ പ്രഖ്യാപനം ഉടൻ തന്നെ മൂവി ടീം പുറത്തു വിടുകയും ചെയ്യും. ലാലേട്ടനെ നായകനാക്കി തരുൺ മൂർത്തി സംവിധാനം ചെയ്തു വരുന്ന അതിമനോഹരം എന്ന ചിത്രത്തിന്റെ ഒരു സംഘടന രംഗത്തിന്റെ ചിത്രീകരണം എറണാകുളത്ത് വെച്ച് നടന്നു വരികയാണെന്ന് കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ സൂചിപ്പിച്ചിരുന്നു. ഇപ്പോഴത്തെ എറണാകുളത്ത് വെച്ച് നടന്നു വന്നിരുന്ന ആ ഒരു ചിത്രീകരണം മൂവി ടീം പൂർത്തീകരിച്ചതായി അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഇനി അടുത്ത ഷെഡ്യൂൾ ചിത്രീകരണത്തിന് വരുന്ന ജൂലൈ 24-ാം തീയതി മുതൽ മുംബൈയിൽ വെച്ച് തുടക്കമാവും. അവിടെ ഏകദേശം ഒരാഴ്ചത്തോളം ചിത്രീകരണം അതിമനോഹരത്തിനുണ്ടാവും. തുടരും എന്ന ബ്ലോക്ക് ബസ്റ്റർ വിജയത്തിന് ശേഷം അതേ കോംബോ ഒന്നിക്കുന്ന അതിമനോഹരം വരുന്ന ഡിസംബർ 24-ാം തീയതിയാണ് റിലീസിനെത്തുക. ദുൽഖർ നായകനായി വരാനിരിക്കുന്ന ദുൽഖറിന്റെ 41-ാമത് സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദുൽഖറിനൊപ്പം പൂജ ഹെഗ്ഡെ ഫീമെയിൽ ലീഡ് റോൾ കൈകാര്യം ചെയ്യുന്ന ഈ തെലുങ്ക് ചിത്രത്തിന് ശ്രീശ്രീ എന്നാണ് ടൈറ്റിൽ നൽകിയിരിക്കുന്നത്. ഒരു റൊമാന്റിക് ഫീൽ ഗുഡ് പശ്ചാത്തലത്തിൽ തയ്യാറാവുന്ന ശ്രീശ്രീ സംവിധാനം ചെയ്യുന്നത് രവി എന്നും, മ്യൂസിക് ജി വി പ്രകാശ്. 2026-ന്റെ അവസാനത്തോടുകൂടി ശ്രീശ്രീ തിയേറ്ററുകളിലേക്ക് എത്തും.
അരുൾനിധിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഗണേഷ് വിനായകൻ സംവിധാനം ചെയ്ത ഒരു റൂറൽ ആക്ഷൻ ഡ്രാമ മൂവിയാണ് അരുൾ 1. ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം ഇന്ന് പുറത്തു വന്നിരുന്നു. അരുൾനിധിക്കൊപ്പം ആരവ്, രമ്യ പാണ്ഡ്യൻ, കൃതിക തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന അരുൾ 1 വരുന്ന ജൂലൈ 17 തീയതി തിയേറ്ററുകളിലേക്ക് എത്തും. ഹോളിവുഡിൽ നിന്നും ഈ മാസം വളരെ പ്രതീക്ഷകളോടെ തിയേറ്ററുകളിലേക്ക് എത്താനിരിക്കുന്ന ഒരു മാർവൽ സൂപ്പർ ഹീറോ ചിത്രമാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂഡേ. വരുന്ന ജൂലൈ 30 തീയതി മുതൽ ഇന്ത്യയിലും 31 തീയതി മുതൽ ആഗോളതലത്തിലും റിലീസിനെത്താനിരിക്കുന്ന ഈ ചിത്രത്തിന്റെ പ്രീസെയിൽ കളക്ഷൻ കണ്ട് ഒന്നടങ്കം നടുങ്ങിയിരിക്കുകയാണ് ഹോളിവുഡ് സിനിമാ ലോകം. നിലവിൽ പുറത്തു വരുന്ന ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം $230 മുതൽ $250 മില്യൺ കളക്ഷൻ വരെ ചിത്രത്തിന് പ്രീസെയിലൂടെ മാത്രം ഇതിനോടകം സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട്. അതായത് ഏകദേശം 2000 കോടി രൂപയ്ക്കും മുകളിലൊരു കളക്ഷൻ. ബ്ലോക്ക് ബസ്റ്റർ ചിത്രം ജയ 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 ഹേയുടെ തിരക്കഥാകൃത്തായ നഷീദ് ഫമി പുതിയൊരു സിനിമ സംവിധാനം ചെയ്യാനൊരുങ്ങുന്നു. നിവിൻ പോളി നായകനായിട്ടെത്തുന്ന ഈ സിനിമ ഒരു റൊമാന്റിക് കോമഡി പശ്ചാത്തലത്തിലാവും തയ്യാറാവുകയെന്നും പ്രശസ്ത സംവിധായകൻ മാർട്ടിൻ പ്രക്കാട്ട് ഈ സിനിമ നിർമ്മിക്കുമെന്നും അറിയാൻ സാധിച്ചിട്ടുണ്ട്. ഈ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് വർക്കുകൾക്ക് ഈ മാസം അവസാനത്തോടെ തുടക്കമാവുകയും ചെയ്യും. വടച്ചെന്നൈ, അസുരൻ പോലുള്ള ഹിറ്റ് സിനിമകൾ സമ്മാനിച്ച വെട്രിമാരൻ ധനുഷ് കൂട്ടുകെട്ടിൽ അടുത്തതായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. തമിഴ് മുരുകൻ എന്ന് പേര് നൽകിയിരിക്കുന്ന ഈ ചിത്രത്തിന്റെ ഒരു ടൈറ്റിൽ ടീസറാണ് മൂവി ടീം പുറത്തുവിട്ടിട്ടുള്ളത്. അരിവുമതി എന്ന തമിഴ് സാഹിത്യകാരന്റെ തമിഴ് മുരുകൻ എന്ന ഡിവോഷണൽ നോവലിനെ ബേസ് ചെയ്താണ് വെട്രിമാരൻ ഈ ചിത്രം ഒരുക്കുന്നത്. ധനുഷിന്റെ തന്നെ പ്രൊഡക്ഷൻ കമ്പനിയായ വണ്ടർവാർ ഫിലിംസ് നിർമ്മിക്കുന്ന ഈ ചിത്രത്തിന് മ്യൂസിക് ഒരുക്കുന്നത് സായി അഭിയങ്കറും. 2026 അവസാനത്തോടുകൂടി തമിഴ് മുരുകന്റെ ചിത്രീകരണത്തിന് തുടക്കമാവുകയും ചെയ്യും. ഈ വർഷത്തെ ഓണം റിലീസിൽ പ്രധാനമായും ക്ലാഷ് റിലീസായി വരാനിരിക്കുന്ന 2 സിനിമകളാണല്ലോ പൃഥ്വിരാജ് നായകനായിട്ടെത്തുന്ന ഖലീഫയും ദുൽഖർ നായകനായിട്ടെത്തുന്ന ഐ ആം ഗെയിമും. ഒരു ടൈമിൽ ഈ 2 സിനിമകളുടെയും തിയേറ്റർ ചാർട്ടിങ്ങിലൊക്കെ ചില പ്രശ്നങ്ങൾ സംഭവിച്ചപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു സിനിമ ക്ലാഷിൽ നിന്നും പിന്മാറാൻ സാധ്യതയുണ്ടെന്ന തരത്തിൽ വാർത്തകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇപ്പോൾ 2 സിനിമകളും റിലീസ് മാറ്റുന്നൊന്നുമില്ല. മുൻപ് ഉറപ്പിച്ചതുപോലെ തന്നെ വരുന്ന ഓഗസ്റ്റ് 20 തന്നെ റിലീസിനെത്തിക്കുമെന്ന് ഖലീഫ ചിത്രത്തിന്റെ സംവിധായകനായ വൈശാഖും ഐ ആം ഗെയിം സിനിമയുടെ സംവിധായകനായ നഹാസ് ഹിദായത്തും ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ അറിയിച്ചിരിക്കുകയാണ്. ഇവർ രണ്ടുപേരും എഡിറ്റർ ചമൻ ചാക്കോയ്ക്കൊപ്പമുള്ള ഒരു ഫോട്ടോ ഷെയർ ചെയ്താണ് ഈ ഒരു വിവരം കൺഫേം ചെയ്തിരിക്കുന്നത്. ഇതിൽ രസകരമായ കാര്യം എന്തെന്നാൽ ഈ 2 സിനിമകൾക്കും എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ചമൻ ചാക്കോ തന്നെ. കാത്തിരുന്നറിയാം ഓണം വിന്നറായി മാറുന്നത് ഖലീഫയോ ഐ ആം ഗെയിമോ എന്ന്. ഈ ഒരു ക്ലാഷിൽ വിന്നർ ആരായിരിക്കും? നിങ്ങളുടെ അഭിപ്രായം കമന്റായി രേഖപ്പെടുത്തുക. സിദ്ധാർത്ഥ് മൽഹോത്രയും തമന്ന ഭാട്ടിയയും പ്രധാന വേഷങ്ങളിലെത്തുന്ന ഒരു ബോളിവുഡ് പാൻ ഇന്ത്യൻ ഫോക്ലോർ സിനിമയാണ് ദ വാൻ. ചിത്രത്തിന്റെ റിലീസ് തീയതി പ്രഖ്യാപനം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ദീപക് കുമാർ മിശ്രയുടെ സംവിധാനത്തിൽ ബാലാജി മോഷൻ പിക്ചേഴ്സും TVF പിക്ചേഴ്സും ചേർന്ന് നിർമ്മിക്കുന്ന ദ വാൻ എന്ന ഈ സിനിമ വരുന്ന സെപ്റ്റംബർ 25 തീയതി പാൻ ഇന്ത്യൻ ഭാഷകളിൽ റിലീസിനെത്തും. ബേസിൽ ജോസഫ് നായകനായി വരാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയുടെ അപ്ഡേറ്റ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നവാഗതനായ രോഹിത് GR സംവിധാനം ചെയ്യുന്ന ഈ ചിത്രം ഒരു കോമഡി എന്റർടൈൻമെന്റ് പശ്ചാത്തലത്തിലാവും തയ്യാറാവുക. തിരക്കഥാകൃത്തും സംവിധായകനുമായ വിപിൻ ദാസിന്റെ കോ റൈറ്ററും സഹസംവിധായകനുമായിരുന്നു രോഹിത് GR. ഈ വർഷം അവസാനത്തോടെ ഷൂട്ടിംഗ് വർക്കുകൾ ആരംഭിക്കാനിരിക്കുന്ന ഈ ചിത്രം നിർമ്മിക്കുന്നത് WBTS സ്റ്റുഡിയോയാണ്. ഉടൻ തന്നെ ഈ സിനിമയുടെ ഒഫീഷ്യൽ പ്രഖ്യാപനം പുറത്തു വരികയും ചെയ്യും. ലാലേട്ടനെ നായകനാക്കി ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്യാനിരിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് നെടുങ്കണ്ടം മിറാക്കിൾ. നിലവിൽ പ്രീ പ്രൊഡക്ഷൻ വർക്കുകൾ നടന്നു വരുന്ന ഈ ചിത്രത്തിൽ ലാലേട്ടനൊപ്പം ചിത്രത്തിൽ വലിയ രീതിയിൽ പ്രാധാന്യമുള്ള ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ മൂവി ടീം തമിഴ് താരം അർജുൻ സർജയുമായി ചർച്ചകൾ നടത്തി വരികയാണെന്ന് അറിയാൻ സാധിച്ചിട്ടുണ്ട്. വമ്പൻ ബജറ്റിൽ വൻ ക്യാൻവാസിൽ ഒരുങ്ങുന്ന നെടുങ്കണ്ടം മിറാക്കിൾ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.